വിവാഹത്തിന് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു അല്ലേ? ഫാമിലി ഫ്രണ്ട്സ് അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാലിക്കറ്റിലാണ് പഠിച്ചതൊക്കെ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ. സിത്താര കോഴിക്കോട് സജീവമായിട്ട് കലോത്സവങ്ങളിലൊക്കെ നല്ല നർത്തകിയും പാട്ടുകാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ 2004. അപ്പോഴേ ഞാൻ കാണുന്നുണ്ട് സിത്താരയുടെ പെർഫോമൻസൊക്കെ ആയിട്ട്. ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിന്റെ ഒരു ഫൈനൽ ഇയർ ഔസറൻസി പീരീഡ് ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പണ്ട് മുതലേ ഈ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവാഹം ചെയ്യുമ്പോൾ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കണം, അല്ലാതെ രക്ഷിതാക്കളായിട്ട് പോയി കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് പകരം ഞാൻ തന്നെ ഒരാളെ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു തന്നെയാണ് നമ്മൾ ലവ് മാരേജ് എന്ന് പറയുന്നത്. ലവ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ, രക്ഷിതാക്കൾ അറിയാതെ കുറെ നാള് സ്നേഹിച്ച് നടക്കുക. പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ മാരേജും ലവ് മാരേജ് തന്നെയാണ്. പക്ഷേ മാരേജിന് ശേഷവും ലവ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് വീട്ടുകാർക്കൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ഒരു ഓൾമോസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ജോയിൻ ചെയ്തിട്ടാ കല്യാണം കഴിയണേ. അപ്പൊ ഒരു വ്യവസ്ഥാപിതമായ ലവ് മാരേജ് അല്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള മാരേജ് എന്ന് പറയാം. അപ്പൊ വീട്ടില് പ്രശ്നമൊന്നുമില്ലായിരുന്നു? ഇല്ല, വീട്ടിലും ഞാൻ എന്റെ ഈ സങ്കല്പങ്ങളൊക്കെ ഞാൻ അച്ഛനും അമ്മയോടൊക്കെ ഷെയർ ചെയ്യായിരുന്നു പണ്ട് തന്നെ. ജാതി ആളെ വേണം എന്നിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നത് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും നോക്കണ്ട, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. അപ്പൊ അവർക്ക് സന്തോഷം തന്നെ, കാരണം അച്ഛനും അമ്മയും കുറച്ചും കൂടെ വീട്ടിലെ എല്ലാ കാര്യത്തിലും കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോ കോഴ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ എനിക്കറിയുന്ന എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടികൾ സുഹൃത്തുക്കളിൽ എനിക്ക് കല്യാണം കഴിച്ചൊന്നിച്ച് ജീവിക്കാൻ പറ്റിയ ആളുകൾ ആരാണ് എന്ന് ഞാനിങ്ങനെ സ്വയം ആലോചിച്ച് നോക്കി. അപ്പൊ എനിക്ക് തോന്നിയ ഒരാളാണ്, അല്ലെ ആദ്യം വന്ന പേരാണ് സിത്താര എന്നുള്ളത്. സിത്താരക്ക് എന്നെയും അറിയാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്ന് ജീവിക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിത്താരയുടെ വീട്ടുകാരെ എനിക്ക് നല്ലോണം അറിയാം. അമ്മയും അച്ഛനൊക്കെ എന്റെ വളരെ അടുത്ത ആളുകളായിരുന്നു ആ സമയത്ത്. കാരണം യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ വരുമ്പം പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കാനും, അല്ലെങ്കിൽ ഞാനിപ്പം അച്ഛനവിടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പരീക്ഷ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ ക്യാമ്പസിലെ കുട്ടികളുടെ ആവശ്യങ്ങളുണ്ടാവും. സെക്ഷനിൽ പോയാൽ സിത്താരയുടെ അച്ഛൻ ഇങ്ങനെ മറ്റ് ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോ അധികം വൈകാതെ തന്നെ ഞാനത് സിത്താരയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ആലോചന എന്റെ മനസ്സിലുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ വീട്ടിൽ പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വീട്ടിലൊരു ദിവസം വന്ന് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവള് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പറഞ്ഞു നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1-2 ദിവസത്തെ ഇടവേളക്കുള്ളൂ ഞാനൊരു ദിവസം നേരെ വീട്ടിലേക്ക്. ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഞാൻ കല്യാണം കഴിക്കണം ആഗ്രഹിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിച്ച് രക്ഷിതാക്കളോട് സംസാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു പെണ്ണുകാണൽ ചടങ്ങുകളോ അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ അകമ്പടിയൊന്നും ഇല്ലാതെ നേരിട്ട് പോയി സംസാരിച്ച് തീരുമാനിക്കണം എന്നൊക്കെ എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിൽ അങ്ങനെയൊക്കെ നടന്നു. ഒരു പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ട് വേണ്ട കുട്ടി വേണ്ട എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? സത്യത്തില് മുറിവേൽക്കപ്പെടാൻ മാത്രമുള്ള ആഴത്തിലുള്ള ഒരു പ്രണയം രൂപപ്പെട്ടിട്ടായിരുന്നില്ല ഞാൻ ചോദിച്ചത്. പക്ഷെ എന്റെ മനസ്സിൽ ആദ്യം വിവാഹത്തിന് വേണ്ടി ഒരുപാട് പെണ്ണു സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ക്യാമ്പസ് പ്രണയങ്ങൾ പോലെയുള്ള അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള കോളേജ് കൗമാര പ്രണയങ്ങൾ, സ്കൂൾ പ്രണയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിവാഹം ജീവിതം എന്നൊക്കെ പറഞ്ഞ ഗൗരവതരമായൊരു പ്രണയം എന്റെ മനസ്സിൽ രൂപപ്പെട്ട സമയത്ത് ഞാൻ ആദ്യമായി സമീപിക്കുന്നതും അല്ലെങ്കിൽ അത്തരം ആലോചനകളുമായി സമീപിക്കുന്നത് സിത്താരയുടെ അടുത്ത് തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും ചേച്ചി വെച്ച പോലെ വിഷമം ഉണ്ടാവുമായിരുന്നു അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ടി വന്നില്ല. സജീഷിനെ മാരി ചെയ്തതിന് ശേഷമാണോ ഈ ഹിന്ദുസ്ഥാനി പഠിച്ചുകൊണ്ട്? ഹിന്ദുസ്ഥാനി ട്രെയിനിങ് അതിന് മുമ്പേ എടുക്കുന്നുണ്ടായിരുന്നു ചേച്ചി. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമകളിൽ പാടി ഇത്രയും ഞാൻ അതിന് മുമ്പ് ഒരു 1-2 സിനിമകളെ പാടിയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ അങ്ങനെ സിനിമയിൽ പാടുക എന്നുള്ളതിന്റെ ഒരു മെയിൻ ഫോക്കസ് ആയിട്ടൊന്നും മനസ്സിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ കൂടുതൽ ഞാൻ സിനിമയിൽ പാടണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആള് സജീഷാണ്. അതിനുശേഷമാണ് ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായത്. നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും തോന്നുന്നു അല്ലേ പാടാനായിട്ട്? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിക്കും. അതിന് പാട്ട് ഇഷ്ടമാണ്. അത് ഇപ്പൊ ഞാൻ മ്യൂസിക്കിനെ കച്ചേരികൾ ചെയ്യുന്നതൊക്കെ അതൊക്കെ എന്റെ ഒരു ഇഷ്ടമായിട്ടും എന്റെ ഒരു ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് ഏട്ടന് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു ഇനിഷ്യേഷൻ കുറവുണ്ട് എനിക്ക്. ഞാൻ ഒരു എന്താ പറയാ
ആളുകളുമായിട്ട് എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ സുഹൃത്തുക്കള് ഏട്ടനാണ്. എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ കൂടുതൽ അടുപ്പം എപ്പോഴും ഏട്ടനോടാ മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ ആളുകളെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണേലൊക്കെ ഏട്ടന് വലിയൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതില് ഇടപെട്ടോട്ടെ, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കലയോടും സാഹിത്യത്തോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഒരു ഫുൾ ടൈം കലാകാരനാവണമെന്നൊക്കെ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രൊഫഷണൽ ആവുക എന്ന് പറയുന്ന സംഗതി, പിന്നെ ആ സമയത്തൊക്കെ പഠിക്കാൻ ഇങ്ങനെ കുഴപ്പമില്ലാതെ മാർക്കൊക്കെ മേടിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. പിന്നെ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ രണ്ട് ഓപ്ഷനിൽ രണ്ടാമത്തതായിരുന്നില്ല ഡോക്ടർ, അതും ഒന്നാമത്തെ തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടിയപ്പോൾ ഡോക്ടറായെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടാതെ പോകുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, കലാകാരൻ എന്ന് പറയുന്ന ഒരു അംഗീകാരമായാലും അത് പ്രകടിപ്പിക്കാനുള്ള വേദികളായാലും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളായാലും അതൊക്കെ എന്റെ പകുതിയായിട്ടുള്ള ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് സത്യത്തിൽ എനിക്ക് കിട്ടുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കും, എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യില്ല, ഡോക്ടർ എന്തിനാ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ് സ്വന്തം ഭാര്യനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പൊ സിത്താരിനെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അതെവിടെയോ ഒരു മേൽ ഷോവിനിസം ഉള്ളത് കൊണ്ടാണ്. അതും ആവാം ഒരുപക്ഷെ. എനിക്ക് ഉറപ്പായിട്ടൊരു കാര്യം, സിത്താരിനെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഭാര്യയെങ്കിൽ അറിയാതെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. അതൊരു മുഖസ്തുതി പറയല്ല, കാരണം അവൾ എടുക്കുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ഞാൻ കാണുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ പാട്ട് കേട്ടിട്ട്? പാട്ടിനെ കുറിച്ച് പറയാൻ എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ പാട്ടിനെയും ഒരു പേടി കലർന്ന ബഹുമാനം കലർന്ന ഒരു അകൽച്ച സൂക്ഷിക്കാറുണ്ട്. മറ്റെല്ലാം നല്ലതായിട്ട് ബഹുമാനമുണ്ട്. അതും ഞങ്ങൾ പറയാറുണ്ട്. പരസ്പരം ബഹുമാനാണ് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ ലൈഫ് വല്ലാത്ത. ഇപ്പോ ഞാൻ ആലോചിച്ചത് കുറച്ചു നേരത്തെ ഒരുപക്ഷെ ഫിലിം സിംഗിങ്ങിനെ കുറിച്ചൊരു ചർച്ച നടന്നപ്പം സിനിമ പാടുന്നതും മ്യൂസീഷ്യൻ ആവുന്നതും തമ്മിലുള്ള ഒരു അഭിപ്രായമൊക്കെ അവള് പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ആലോചിക്കാത്തൊരു ഡയമെൻഷനിലാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാം, എനിക്ക് ഈ സമയത്ത് തോന്നിയ ഇമോഷൻ എന്ന് പറയുന്നത് റെസ്പെക്ട് ആണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചിങ്ങോട്ടും എനിക്ക് അവള് തരാറുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഇവിടെ ബാക്കി വിശേഷം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം.